ഹലോ ഫ്രണ്ട്സ്, ആമിഷ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചിക്കനായിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ചിക്കൻ ഫോയിലിംഗ് ആട്ടോ. അപ്പോൾ ചിക്കനതിന് വേണ്ടി ചിക്കൻ നല്ല രീതിയിൽ വരഞ്ഞിട്ട് ഒന്നുകൊണ്ട് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് വരട്ടിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യണം, ആദ്യം മസാല സെറ്റ് ആക്കണം. അതിന് വേണ്ടത് നമുക്ക് ഹൈലൈറ്റ് ചെറിയുള്ളി കൊണ്ടാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത് കേട്ടോ. കൂടുതൽ ചെറിയുള്ളി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യമുള്ള ചെറിയുള്ളി, അതുപോലെ തക്കാളി, പച്ചമുളക്, വലിയുള്ളി, കുറച്ച് പച്ചമുളക്, വലിയുള്ളി മതി കേട്ടോ. അതുപോലെ തന്നെ ഈ ഇതെല്ലാം കൂടി എടുക്കുക. അതുപോലെ വേപ്പിൻ്റെ ഇല, അതുപോലെ ചപ്പിട്ടോ. ഇത് രണ്ടും ഇതൊരു കൂടുതലായിട്ട് പച്ചമസാലയാണ് ഉദ്ദേശിക്കുന്നത്, അതിന് വേണ്ടിയിട്ട് അങ്ങനെ. അതുപോലെ ചെറുനാരങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തൈര്, ആവശ്യത്തിന് കുറച്ച് തൈര് കേട്ടോ. നമ്മളൊരു 7 ചിക്കനാണ് ചെയ്യുന്നത്. അതുപോലെ ചില്ലി സോസ് ഉണ്ട്, ടൊമാറ്റോ സോസ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഇതും എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് മാഗി ക്യൂബാണ്. മാഗി ക്യൂബ് 2 ഇട്ടിട്ടുണ്ട്. അതൊരു ചിക്കൻ്റെ ഒരു ടേസ്റ്റിക്ക് മാറ്റം വരുത്താനാണ്. അതുപോലെ തന്നെ ബട്ടർ, അതിലേക്ക് വേണ്ട ബട്ടർ, കുറച്ച് ബട്ടറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ലേശം സുറുക്ക, വിനാഗിരി ഒഴിക്കണം. പിന്നെ നമുക്ക് വേണ്ട പൊടികളാണ്. അതിന് വേണ്ടി കുരുമുളക് പൊടിച്ചതുണ്ട്, അതുപോലെ തന്നെ മുളക് പൊടി ഉണ്ട്, മല്ലിപ്പൊടി ഉണ്ട്, മഞ്ഞൾപ്പൊടി ഉണ്ട്, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി കേട്ടോ. ഇതെല്ലാം കൂടി എന്ത് ചെയ്യണം, നമുക്ക് ആദ്യം മിക്സിയിലിട്ടിട്ട് നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, മസാല ആക്കി മാറ്റണം. മസാല ആക്കിയിട്ട് അതിൽ നല്ലോണം പുരട്ടാൻ വേണ്ടിയുള്ള മസാല ആക്കി മാറ്റാൻ പോവാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നേരെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ അടിച്ചെടുക്കാം. സാധനം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. മസാല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ലേശം വെളിച്ചെണ്ണയിൽ ഉറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ലേശം വെളിച്ചെണ്ണ കുറച്ച് മതി, ഓവറാക്കണ്ട. ഇനി ആ മസാലയ്ക്കാണ് നമ്മൾ ചിക്കനായിക്കാണ് ഇട്ട് കൊടുക്കുക. ചിക്കനായിക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മസാല പിടിച്ചോട്ടെ കേട്ടോ. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. നല്ലോണം മസാല പിടിച്ചോട്ടെ. അതിനൊന്ന് വെയിച്ചേക്കുക. അങ്ങനെ എന്ത് ചെയ്യാം, മസാലയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതൊന്ന് നേരെ ഒരു ചെറിയ പരിപാടിയും കൂടി ഉണ്ട്. ഇതേപോലെ ലേശം വല്യുള്ളി, അതേപോലെ ഈ ബട്ടർ ആട്ടോ ഈ കാണുന്നത്. ബട്ടർ ഉണ്ട്, തക്കാളി ഉണ്ട്, പിന്നെ ക്യാപ്സിക്കന്. ഇതുകൊണ്ട് ചെറിയൊരു പരിപാടി ഉണ്ട്. അത് എന്താണെന്നുള്ള കൂടി പറഞ്ഞുതരാം. അപ്പോൾ അത് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ചിക്കൻ്റെ അകത്ത് ഇത് പാക്ക് ചെയ്യാനുള്ള പോകാം കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ അകത്ത് ക്യാപ്സിക്കൻ്റെ ഒരു പീസ്, ഒരു തക്കാളി പീസ്, അതുപോലെ തന്നെ ഒരു വലിയുള്ളി പീസും, പിന്നെ നമ്മൾ ബട്ടർ, ചെറിയ പീസ് ബട്ടറും കൂടി അതിൻ്റെ അകത്തിട്ടിട്ട് നല്ല രീതിയിൽ പാക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ പാക്കിങ് പല രീതിയിൽ പാക്ക് ചെയ്യാം. നമ്മൾ സാധാ ലെവൽ പാക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളൊന്ന് ഫ്രിഡ്ജിൽ ഇരിക്കട്ടെ കേട്ടോ കുറച്ച് ടൈം. പിന്നെ നമുക്ക് നേരെ അതിൽ ഇറക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള രീതിയായിട്ടേ കാണുന്നത്. ഇനി നമുക്കിത് ഫോയിൽ ചെയ്യണം. അപ്പോൾ ഫോയിൽ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് തീയൊക്കെ ഒന്ന് കത്തിച്ച് ലെവലാക്കി എടുക്കാം. ഫോയിൽ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിന് മുകളിലേക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് കയറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഇത് തീ കത്തുന്നതിന് മുകളിൽ ഒന്ന് ചൂടാൻ വേണ്ടിയിട്ടാണ് അതിന് മുകളിൽ കയറ്റി. കുറച്ച് ടൈമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. വളരെ കുറഞ്ഞ ടൈം അതിന് മുകളിൽ വെച്ചിട്ടുള്ളൂ. പിന്നെ അതിന് നേരെ എന്ത് ചെയ്യുക, തീ ഓഫായതിന് ശേഷം നേരെ കണലിലേക്ക് എന്ത് ചെയ്യുക, എടുത്ത് വെക്കാം കേട്ടോ. ഫോയിൽ കൊടുക്കുന്ന കൂടി കണലിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കണലൊക്കെ ഇരുന്ന് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കൂടിയോന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തായാലും നല്ല രീതിയിൽ വെന്ത് സംഭവം സൂപ്പർ ചെയ്യുന്നു കേട്ടോ. എന്തായാലും നമുക്ക് എന്ത് ചെയ്യണം, സാധനം പൊട്ടിച്ച് നോക്കി എങ്ങനെയുണ്ട് എന്നുള്ളത്. പൊട്ടിച്ച ലെവൽ പറഞ്ഞാൽ വേറെ ലെവല്, അടിപൊളി പറഞ്ഞാൽ നല്ല രീതിയിൽ മസാലയൊക്കെ പിടിച്ച് നല്ല രീതിയിൽ വെന്തുണ്ടായിരുന്നു. സംഭവം എന്തായാലും വേറെ ലെവല്.